സാധാരണ മാർക്കറ്റിൽ അധികം കണ്ടിട്ടില്ലാത്തൊരു ടൈപ്പ് പ്രോഡക്റ്റ് ആണ്. ഇതാണ് നമ്മളെ കേരളത്തിലെ ആദ്യത്തെ കമ്പൂച്ച ഓൺ ടാപ്പ്. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കമ്പൂച്ച എല്ലാം നമ്മളെ ഫാമിൽ ഉണ്ടാകുന്ന ഫ്രഷ് ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ടാക്കുന്ന കമ്പൂച്ചയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് കമ്പൂച്ചയാണ് നമ്മളെ ഫാമിൽ ഉണ്ടാകുന്ന ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ടാണ് ഇത് ഫ്ലേവർ ചെയ്തേക്കുന്നത്. ഇതാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ട്രൈ ചെയ്യാൻ വേണ്ടി വളരെ കാല ശ്രമത്തിന് ശേഷം ഞാൻ ഈ മെഷീൻ്റെ ഒരു സോഴ്സ് കണ്ടെത്തിയത്. നമ്മളൊരു ഹൈലൈറ്റഡ് പ്രോഡക്റ്റ് ആണ് ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രൈ സ്ലൈസസ്. ഇതാണ് ഫസ്റ്റ് ക്വാളിറ്റി. ഇതിനകത്ത് യാതൊരു വിധമായ ബ്ലാക്ക് സ്പോട്ടോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ജൈവവളം കൂടുതൽ കൊടുത്താലുള്ള പ്രധാന ഗുണം പഴത്തിന് ടേസ്റ്റ് ഉണ്ടാവും. പഴത്തിന് ടേസ്റ്റ് ഉണ്ടാകുമ്പം കഴിക്കുന്നവർക്ക് ശരീരത്തിന് നല്ലതാണ്, കൂടുതൽ മാർക്കറ്റ് ഉണ്ടാവും. കൊമേഴ്സ്യലി നല്ലതാണ്, വാങ്ങി കഴിക്കുന്നവർക്ക് നല്ലതാണ്. ഇത് അബിയു ആണ്, ഇത് ഡ്രാഗൺ ഫ്രൂട്ട്, ഇത് അശ്വഗന്ധ ആൻഡ് ബ്ലൂ പീ. ഞാൻ ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിലേക്ക് വരുമ്പോൾ കേരളത്തിൽ കാര്യമായ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ഉണ്ടായിരുന്നില്ല. എൻ്റെ പേര് അനു വിജയൻ. 13 വർഷം മുമ്പ് എൻ്റെ ഫാദർ സ്റ്റാർട്ട് ചെയ്ത ഒരു ഫാമാണ് വൈശാഖ് ഗാർഡൻസ്. മെയിൻലി ഡ്രാഗൺ ഫ്രൂട്ടും റംബുട്ടാനും ഒക്കെയാണ്. അതിൽ നിന്ന് മാറി കുറച്ചുകൂടി നമ്മൾ എക്സ്പാൻഡ് ചെയ്തതാണ് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്. സോ ഐ ഹാൻഡിൽ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആൻഡ് മാർക്കറ്റിംഗ് സൈഡ് ഓഫ് വൈശാഖ് ഗാർഡൻസ്. ഫാം സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു 40 കിലോമീറ്റേഴ്സ് തണ്ണിച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇത് നമ്മളെ ഫാം ഔട്ട്ലെറ്റ് ആണ്. ട്രിവാൻഡ്രത്ത് നമ്മൾ കൊറോങ്കോണം ജംഗ്ഷനിലാണ് നമ്മൾ ഫാം ഔട്ട്ലെറ്റിലുള്ളത്. പിന്നെ കമ്പൂച്ച ഓൺ ടാപ്പ് എന്നുള്ളൊരു കോൺസെപ്റ്റും ഈ രണ്ട് സ്റ്റോറും സൈമൾട്ടേനിയസ്ലി അടുത്തടുത്താണ്. എൻ്റെ പേര് വിജയൻ. ബേസിക്കലി ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. നേവിയിലായിരുന്നു. ഗൾഫിൽ പവർ സ്റ്റേഷനിലും പോർട്ടിലും ഉണ്ടായിരുന്നു. ഇൻറോയൽ ഫർണിച്ചറിൻ്റെ ഡയറക്ടറായിരുന്നു. പക്ഷേ ഈ കാലങ്ങളിലെല്ലാം എനിക്ക് കൃഷിയോടായിരുന്നു കൂടുതൽ താല്പര്യം. ഞാൻ ശരിക്കും ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിലേക്ക് വരുന്നത് അവിചാരിതമായിട്ടാണ്. മലേഷ്യൻ ട്രിപ്പിലാണ് ആദ്യമായിട്ട് റെഡ് കളർ ഡ്രാഗൺ ഫ്രൂട്ടും അതിൻ്റെ ഫ്രൂട്ടും ജ്യൂസും കഴിക്കാനിടയായത്. അവിടെ നിന്നൊരു കൊണ്ടുവന്ന തൈയിൽ 2007 ഒരു 2014 ആയപ്പോഴേക്കും ഞാൻ ഒരു ഏക്കറിലേക്ക് ഇത് പ്ലാന്റേഷൻ ആക്കിയെടുത്തു. പിന്നീട് ഇത് കേരളം മൊത്തം അല്ല, ഒരു എനിക്കൊന്ന് ഇന്ത്യയിൽ തന്നെ നല്ലൊരു പെർസെൻറ്റേജ് ചെയ്യുന്ന ഇതേ വെറൈറ്റിയാണ്. പൊതുവെ പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു വെറൈറ്റിയാണിത്. എനിക്കേതാണ്ട് ഇപ്പം 2014 തുടങ്ങി ഓരോ വർഷമായിട്ട് ആഡ് ചെയ്ത് ഇപ്പോൾ ഏതാണ്ട് 20 ഏക്കറോളം സ്ഥലത്ത് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയുണ്ട്. അതിൻ്റേതായ പ്രശ്നങ്ങളും ഉണ്ട്, അതിൻ്റേതായ അഡ്വാൻറ്റേജും ഉണ്ട്. അറ്റൻഷൻ വേണം, കെയർ വേണം, ദെൻ യു വിൽ ഗെറ്റ് ദ ഇൻകം ഫോർ ദാറ്റ്. കഴിഞ്ഞ വർഷം എനിക്ക് ഏതാണ്ട് ഒരു 10 ടണ്ണോളം റംബുട്ടാൻ ഉണ്ടായിരുന്നു. ഈ വർഷം ഒരു 15 ടൺ പ്രതീക്ഷിക്കുന്നു. ഹാഫ് വേ ത്രൂ ആയിട്ടേ ഉള്ളൂ. നമ്മൾ റംബുട്ടാൻ എന്ന് പറഞ്ഞാൽ ഓരോ വർഷം ചെടി വലുതാവുന്നതനുസരിച്ച് ഈൽഡ് കൂടിക്കൊണ്ടുവരുന്നൊരു സംഭവമാണ്. ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങനെയല്ല, അതൊരു സ്റ്റേബിൾ ലെവൽ. നമ്മളിത് മെയിനായിട്ട് കൊടുക്കുന്നത് പാക്ക് ചെയ്ത് സൂപ്പർ മാർക്കറ്റുകളിലാണ് കൊടുക്കുന്നത്. പക്ഷേ നല്ലൊരു ശതമാനം ആൾക്കാർ ചെറിയ റീറ്റെയിലേഴ്സ് 10-20 കിലോ എടുക്കുന്ന ഒരുപാട് ആൾക്കാർ വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകാറുണ്ട് ഇവിടെ. ഇത് നമ്മുടെ ക്ലീനിങ്, പാക്കിംഗ് ആൻഡ് സോർട്ടിങ് ഏരിയയാണിത്. നോർമലി നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഏതാണ്ട് ഒരു 2-3 ദിവസത്തിന് അത് ഹാർവെസ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അന്ന് ഓർഡർ വരുന്നത് അന്ന് പാക്ക് ചെയ്യും, ബാക്കി വരുന്ന കോൾഡ് സ്റ്റോറിലേക്ക് സ്റ്റോക്ക് ചെയ്യും. എന്നിട്ട് ഡിമാൻഡ് അനുസരിച്ച് സോർട്ട് ചെയ്ത് പാക്ക് ചെയ്ത് സൂപ്പർ മാർക്കറ്റുകളിലും ഹോൾസെയിലേഴ്സിനും ഡിസ്പാച്ച്. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി. നമ്മളിത് ഡിസ്പാച്ച് ചെയ്യുന്നതിന് മുമ്പ് 3-4 ഗ്രേഡായിട്ട് തിരിക്കും. ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ഫസ്റ്റ് ഗ്രേഡായിട്ട് പോകും. സ്കിൻ ഡിഫോർമേഷനൊക്കെ ഉള്ളത് സെക്കൻഡ് ഗ്രേഡിൽ പോകും. പിന്നെ സൈസ് അനുസരിച്ചൊരു ഗ്രേഡ് വരും. 3-4 ഗ്രേഡായിട്ട് വരും. ഇത് പ്രധാനമായിട്ടും പ്രീമിയം ക്വാളിറ്റി എന്ന് പറയുന്നത് 300 ഗ്രാമിന് മുകളിൽ വരുന്ന യാതൊരു സ്കിൻ ബ്ലെമിഷസും ഇല്ലാത്ത പഴങ്ങൾ. ഇതാണ് ഫസ്റ്റ് ക്വാളിറ്റി. ഇതിനകത്ത് യാതൊരു വിധമായ ബ്ലാക്ക് സ്പോട്ടോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഇതാണ് നമ്മുടെ കോൾഡ് സ്റ്റോറേജ്. ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ നോർമൽ പ്രാക്ടീസ് മുതൽ ഹാർവെസ്റ്റ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി കോൾഡ് സ്റ്റോറിലേക്ക് മാറ്റുകയും ആവശ്യത്തിനനുസരിച്ച് ഡിമാൻഡ് അനുസരിച്ച് നമ്മളെടുത്ത് ക്ലീൻ ചെയ്ത് സോർട്ട് ചെയ്ത് ഗ്രേഡ് ചെയ്ത് സൂപ്പർ മാർക്കറ്റുകളിൽ എത്തിക്കുകയാണ് പതിവ്. ഇത് നമ്മുടെ ഫാം ഔട്ട്ലെറ്റാണ്. നമ്മുടെ ഫാമിൽ എല്ലാ പ്രോഡക്ട്സും ഇവിടെ കിട്ടും. റീറ്റെയിലായിട്ടും കിട്ടും, ഹോൾസെയിലായിട്ടും കിട്ടും. ഇതെൻ്റെ വൈഫാണ് ശോഭന. പിന്നെ 3 പെൺമക്കളുണ്ട്, അവരും ഇൻവോൾവ് ആണ്. ഫാം മാനേജ് ചെയ്തത് ഞാനും വൈഫും കൂടിയാണ്. അത് ആൾമോസ്റ്റ് കൂടുതൽ റെസ്പോൺസിബിലിറ്റി വൈഫാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് ഒരു തൈയിൽ നിന്ന് 1 ഏക്കറിലേക്ക് കൊണ്ടുവന്നത് പുള്ളിക്കാരത്തിന് മാത്രം എഫർട്ടായിരുന്നു. കാരണം അന്ന് ഞാൻ ഡയറക്റ്റ്ലി ഇൻവോൾവ് അല്ല, പിന്നീടാണ് ഇൻവോൾവ് ആയൊക്കെ വരുന്നത്. സാധാരണ മാർക്കറ്റിൽ അധികം കണ്ടിട്ടില്ലാത്തൊരു ടൈപ്പ് പ്രോഡക്റ്റാണ് ഇത്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ടൈപ്പ് പ്രോഡക്റ്റാണ്. ഇതിനെ കട്ട് ചെയ്ത് നേരെ ട്രൈ ചെയ്യുന്നു. അതിനകത്ത് മറ്റൊന്നും ആഡ് ചെയ്യുകയോ അതൊന്നും എടുത്തുമാറ്റുകയോ ചെയ്യുന്നില്ല. സോ ഇതിനകത്തുള്ളത് പ്യുവർ ഡ്രാഗൺ ഫ്രൂട്ട് മാത്രമാണ്. ഇതാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ട്രൈ ചെയ്യാൻ വേണ്ടി വളരെ കാല ശ്രമത്തിന് ശേഷം ഞാൻ ഈ മെഷീൻ്റെ ഒരു സോഴ്സ് കണ്ടെത്തിയത്. ഡ്രാഗൺ ഫ്രൂട്ട് ട്രൈ ചെയ്യുമ്പം 89% വാട്ടർ കണ്ടൻറ്റ് ആയതുകൊണ്ട് തന്നെ ട്രൈ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു 4 തരം ഫാനിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ലോ ടെമ്പറേച്ചറിൽ ഒരു 54 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ട്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ പഴത്തിൻ്റെ ഗുണങ്ങൾ, വൈറ്റമിൻസും മൈക്രോ ന്യൂട്രിയൻസും നഷ്ടപ്പെടാതെ തന്നെ ഉണക്കിയെടുക്കാൻ പറ്റും. എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ. പിന്നെ ഈ മെഷീൻ അത്രയും കോസ്റ്റ്ലിയാണ്. പക്ഷേ ഞാനത് കോസ്റ്റ് അഫോർഡ് ചെയ്യാൻ തീരുമാനിച്ചത് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്വാളിറ്റി പ്രൈസ് സാധനം കിട്ടണം. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഒരു ലാഭത്തിനപ്പുറം ഇതൊരു പാഷനായിട്ട് തുടങ്ങിയ സംഭവമാണ്. അപ്പോൾ ഒരു പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു അതും കൂടി കൊണ്ടാണ് ചെയ്തത്. അപ്പോൾ ഇതിപ്പോൾ നല്ല രീതിയിൽ ഇപ്പം വർഷം തോറും അതിൻ്റെ ഡിമാൻഡ്സ് കൂടി വരുന്നുണ്ട്, സെയിൽസ് നടക്കുന്നുണ്ട്. കൊമ്പൂച്ച പ്രൊഡക്ഷൻ നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. കാരണം 6 മാസം മാത്രമേ നോർമലി ഫ്രൂട്ട് അവൈലബിൾ ആകുള്ളൂ. ഇത് നമുക്ക് ഓഫ് സീസണിൽ ത്രൂഔട്ട് ദ ഇയർ കൊമ്പൂച്ച പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്തുള്ളൊരു മെയിൻ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ
വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആഡ് ചെയ്യുമ്പം അത് ക്വാളിറ്റി പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ മാത്രമേ ആ പ്രോഡക്ട്സിന് ആവശ്യക്കാരുണ്ടാവുകയും ലോങ് ടൈമിൽ അതിൻ്റെ ഒരു മാർക്കറ്റ് ഇമ്പ്രൂവ് ചെയ്യുകയും കൃഷി ലാഭകരമാവുകയും ചെയ്യുള്ളൂ. ഇത് നമ്മൾ കമ്പൂച്ച ഓൺ ടാപ്പ് എന്ന ഒരു കോൺസെപ്റ്റാണ്. ഇത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. കമ്പൂച്ച എന്ന് പറയുന്നത് റിയൽ ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് ഫ്ലേവർ ചെയ്യുന്നത്. ഇപ്പോൾ ഇതെൻ്റെ കയ്യിലിരിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട്, നമ്മളെ ഫാമിൽ തന്നെ ഉണ്ടാകുന്ന ഡ്രാഗൺ ഫ്രൂട്ട്, മാങ്ങ, ഏത് ഫ്ലേവേഴ്സ് ആണോ ലൈക്ക് ഏത് സീസണൽ ഫ്രൂട്ട്സ് ആണോ അവൈലബിൾ, അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഫ്ലേവർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ലൈവായിട്ട് നിങ്ങൾക്ക് കമ്പൂച്ച വന്ന് 30 ml ഷോട്ട്സ് അവൈലബിൾ ആണ്. ടേസ്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഗ്രാബ് ചെയ്തുകൊണ്ട് പോവുക. ഇതിപ്പോൾ നമ്മൾ 1 ലിറ്റർ ബോട്ടിലാണ്. പാർട്ടി ഓർഡേഴ്സ് അല്ലെങ്കിൽ റെഗുലർലി മേടിക്കുന്ന കസ്റ്റമേഴ്സ് ഇതുപോലത്തെ ഗ്ലാസ് ബോട്ടിൽസ് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് കമ്പൂച്ച ഫില്ല് ചെയ്തുകൊണ്ട് പോകും. നമ്മൾ പറയുന്നത് വാഷ് ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ച് റീഫിൽ ചെയ്യാൻ അവർക്ക് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഗ്ലാസ് ബോട്ടിലുമായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് റീഫിൽ ചെയ്തുകൊണ്ട് പോകുന്ന ഓപ്ഷൻ ഉണ്ട്. എക്കോ ഫ്രണ്ട്ലി കോൺസെപ്റ്റാണ്. ഇത് നമ്മൾ 1 ലിറ്റർ ബോട്ടിൽ വിത്ത് കമ്പൂച്ചയാണ്. പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ 250 ml ബോട്ടിലാണ് കമ്പൂച്ച. ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ഉണ്ട്. എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിക്കാൻ പാടില്ല. നല്ലൊരു ഹെവി മീൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കുടിച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ഫീൽ ദ ഡിഫറൻസ് ഇൻ യുവർ ഗട്ട്. ഡൈജഷനെ പ്രൊമോട്ട് ചെയ്യും. ഏത് ഈ പ്രായക്കാർക്കും കുടിക്കാം. ബിലോ 5 ഇയേഴ്സിന് ഒരു ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ കുടിക്കാനേ പറയത്തുള്ളൂ. ബാക്കി അഡൽട്സിന് 1 ബോട്ടിൽ ഇസ് ഗുഡ് ഫോർ ഹെൽത്ത്. ഇത് നമ്മൾ വൈശാഖ ഗാർഡൻസിൻ്റെ ഫാം ഔട്ട്ലെറ്റ് ആണ് കൊറോങ്കോണത്ത്. നമുക്കിവിടെ കുറച്ചധികം വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. വൺ ഓഫ് ദ ഹൈലൈറ്റഡ് പ്രോഡക്റ്റ് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രൈ സ്ലൈസ് ആണ്. ഇത് 3 വേരിയൻസിൽ അവൈലബിൾ ആണ്. ഒന്ന് സാഷേ പാക്ക് അവൈലബിൾ ആണ്, ബോട്ടിൽ ആൻഡ് 250 ഗ്രാമിൻ്റെ പാക്കറ്റ്സ്. ഡ്രൈ സ്ലൈസസ് സാഷേ പാക്കറ്റ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഒന്ന് ഇത് നമ്മൾ ബാഗിൽ ഇട്ടുകൊണ്ട് പോവാം. ദർ ഇസ് നോ ആഡഡ് ഷുഗർ, നോ പ്രിസർവേറ്റീവ്സ്, നോ അഡിക്റ്റീവ്സ്. അതിൻ്റെ കളറും അട്രാക്റ്റീവ് ആണ്. അതിനകത്ത് ന്യൂട്രിയൻ വാല്യൂസും എനർജിക്കും ഒക്കെ ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രൈ സ്ലൈസസ് വളരെ നല്ലതാണ്. കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് ജ്യൂസിന് നല്ലതാണ്. സ്മൂത്തീസ്, ഓവർനൈറ്റ് ഓട്സ്, ഇത് വെറുതെ കഴിക്കാനും നല്ലതാണ്. ലോ ഇൻ എനർജി ആയി തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിപ്പോൾ തന്നെ പൊട്ടിച്ച് കഴിക്കാവുന്ന സാധനം. ഈ കുക്കീസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ മൈദ തീരെ ഉപയോഗിക്കുന്നില്ല. ഇതിനകത്തുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏത്തക്കപ്പൊടിയും ജാക്ക് ഫ്രൂട്ട് സീഡ് പൗഡറുമാണ്. പ്യുവർ കൊവച്ച ചോക്ലേറ്റും ബട്ടറുമാണ്. കുട്ടികൾക്ക് നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ്, ടിഫിൻ സ്നാക്സ് ആണ്. നമുക്കൊരു 25 പ്രോഡക്ട്സോളം അവൈലബിൾ ആണ്. നമ്മളെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നോ പ്രിസർവേറ്റീവ്സ്, നോ അഡിക്റ്റീവ്സ് ആൻഡ് നോ ആഡഡ് കളേഴ്സ്. ഇതെല്ലാം നമ്മളെ ഫാമിലെ പ്രോഡക്ട്സുകളാണ്. ഡ്രൈഡ് സ്ലൈസ്, മുരിങ്ങ ഫ്ലവർ, സ്വീറ്റ് പൊട്ടറ്റോ ഫ്ലവർ, റോ ബനാന ഫ്ലവർ, ഹണി നമ്മളെ ഫാമിലേതാണ്. റോ ജാക്ക് ഫ്രൂട്ട് സ്ലൈസസ്. എബ്രോഡ് പോകുന്നവർക്ക് നാട്ടിലെ രുചി വേണമെന്നുള്ളവർക്ക് ഡ്രൈഡ് ചക്ക കൊണ്ടുപോയിട്ട് കൂട്ടാൻ വയ്ക്കാം. പെപ്പർ, സ്പൈസസ് എല്ലാം അവൈലബിൾ ആണ്. ഹെൽത്ത് ഓറിയൻറ്റഡ് സെഗ്മെൻ്റ് ഉള്ള ആൾക്കാർക്ക് നല്ല 2 പ്രോഡക്ട്സുകളുണ്ട്. ഒന്ന് സ്റ്റിവിയ, ഒന്ന് ബ്ലൂ പീ ആണ്. രണ്ടും വളരെയധികം ഓർഗാനിക്കലി വളർത്തുന്നതാണ്. സ്റ്റിവിയ നമ്മളത് ലീഫായിട്ടാണ് അവൈലബിൾ. ബ്ലൂ പീ ഫ്ലവറും ആയിട്ടാണ്. സ്റ്റിവിയയ്ക്ക് ഒരു ചായയ്ക്ക് ഒരു നുള്ളിട്ടാൽ മതി. ബ്ലൂ പീയിലാണെങ്കിൽ ഒരു ഫ്ലവർ മതി. നമ്മൾ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് പാൻ ഇന്ത്യ അവൈലബിൾ ആണ്. നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ട് എക്സെപ്റ്റ് ഫോർ ഫ്രൂട്ട്സ് ആൻഡ് കമ്പൂച്ച.